+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ് പാർട്ട് 7. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം സ്ട്രെയിറ്റ് ലൈനിൻ്റെ വിവിധ രൂപങ്ങളെ പരിചയപ്പെട്ടു. അത് ഒരിക്കൽ കൂടി നമുക്കിവിടെ ഒന്ന് ഓർത്തെടുക്കാം. ഒന്ന്, ഇക്വേഷൻ ഓഫ് എ വെർട്ടിക്കൽ ലൈൻ x = a. സെക്കൻഡ്, ഇക്വേഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ y = b. മൂന്നാമത്തെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ x1 y1 വിത്ത് സ്ലോപ്പ് m ഈസ് y മൈനസ് y1 = m ഇൻറ്റു x മൈനസ് x1. നാലാമത്തെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ x1 y1 ആൻഡ് x2 y2 ഈസ് y മൈനസ് y1 ബൈ y2 മൈനസ് y1 = x മൈനസ് x1 ബൈ x2 മൈനസ് x1. അഞ്ചാമത്തെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് m ഹാവിംഗ് y ഇൻ്റർസെപ്റ്റ് c ഈസ് y = mx പ്ലസ് c. ആറാമത്തെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് m ഹാവിംഗ് x ഇൻ്റർസെപ്റ്റ് d ഈസ് y = m ഇൻറ്റു x മൈനസ് d. സെവൻത്ത്, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് x-intercept a and y-intercept b is x by a plus y by b = 1. എട്ടാമത്തെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഈസ് p and angle made by perpendicular with positive direction of x-axis is omega is given by x = cos omega plus y sin omega = p. ഇങ്ങനെ 8 വിവിധ തരം ഇക്വേഷൻസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടത്. ആ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ കൂടാതെ ഇത് വെച്ചിട്ടുള്ള ഈ 8 തരം ലൈനിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലങ്ങളും ചെയ്തു. 31ഓളം ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, അതായത് ഏത് മോഡലിൽ ഇക്വേഷനോ സ്ട്രെയിറ്റ് ലൈൻ കണ്ടാലും അവസാനം കിട്ടുന്നത് എക്സ് ടേം, വൈ ടേം, കോൺസ്റ്റൻറ്റ് ടേം എന്നിങ്ങനെയാണ്. അതായത് ഇങ്ങനെ പരമാവധി 3 ടേമാണ് ഉണ്ടാവുക എന്നർത്ഥം. ഇതിൽ തന്നെ ചില ടേം ചിലപ്പോൾ ആബ്സെൻ്റ് ആകും. അതായത് എക്സ് ടേം ചിലപ്പോൾ ഉണ്ടാവില്ല, വൈ ടേം ചിലപ്പോൾ ഉണ്ടാവില്ല, ചില സമയത്ത് കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല. എന്നാലും നമുക്കുണ്ടാവുന്നത് എക്സ് ടേം, വൈ ടേം, കോൺസ്റ്റൻ്റ് ടേം. ഇങ്ങനെ എക്സ് ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റിനെ ക്യാപിറ്റൽ എ എന്നും വൈ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിനെ ക്യാപിറ്റൽ ബി എന്നും ബാക്കി ആകെ വരുന്ന കോൺസ്റ്റൻറ്റിനെ ക്യാപിറ്റൽ സി എന്ന രൂപത്തിലും, അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി = 0 എന്ന രീതിയിലുള്ള ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇതാണ് ഇന്ന് നാം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ കിട്ടിയാൽ അതിൽ നിന്ന് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും നോർമൽ ഫോമിലേക്കും റെഡ്യൂസ് ചെയ്യാനുള്ളതും അതോടനുബന്ധിച്ച ഏതാനും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, എക്സ് ടേം, വൈ ടേം, കോൺസ്റ്റൻറ്റ് ടേം ആയി വരുന്ന ഇക്വേഷനാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അതായത് നേരത്തെ സൂചിപ്പിച്ച ഇക്വേഷൻ, അതായത് എ എക്സ് ക്യാപിറ്റൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി = 0. ഇതിനെയാണ് നാം പറയുന്നത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇതിലാണ് നേരത്തെ പറഞ്ഞ 3 ടേം, എക്സ് ടേം, വൈ ടേം ആൻഡ് കോൺസ്റ്റൻറ്റ് ടേം. എക്സ് ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിനെ ക്യാപിറ്റൽ എ ആയിട്ടും വൈ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിനെ ക്യാപിറ്റൽ ബി ആയിട്ടും ആകെ വരുന്ന കോൺസ്റ്റൻറ്റിനെ ക്യാപിറ്റൽ സി ആയിട്ടും നാം ഡിനോട്ട് ചെയ്യുന്നു. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമുക്കിതിൻ്റെ വിവിധ പോസിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കേസ്, ക്യാപിറ്റൽ എയുടെ വാല്യൂ 0 വന്നാൽ എന്തായിരിക്കും? നമുക്ക് ആ പോസിബിലിറ്റി ഒന്ന് നോക്കാം. എയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ബി വൈ പ്ലസ് സി = 0 എന്നായിരിക്കും. ഇതിൻ്റെ അർത്ഥം ഇതിൽ നമുക്ക് y = എന്നേ പറഞ്ഞിട്ട് എഴുതാം. y = മൈനസ് സി ബൈ ബി. ഇതിൽ ബിയും സിയും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതിയത്
അതായത് y ഈക്വൽ ടു സ്മോൾ ബി എന്ന രീതിയിൽ നാം എഴുതിയിരുന്നു. ഇതിനാണ് നാം പറയുന്നത് എന്ത് ലൈൻ? ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ. എന്താ ഹൊറിസോണ്ടൽ ലൈൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഹൊറിസോണ്ടൽ ലൈൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് y ഈക്വൽ ടു 2, y ഈക്വൽ ടു 3, y ഈക്വൽ ടു -2 ഇതെല്ലാം ഹൊറിസോണ്ടൽ ലൈനിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് അടുത്തൊരു പോസിബിലിറ്റി നോക്കാം. B0 വന്നാൽ എന്താണ് സംഭവിക്കുക? B0 വന്നാൽ B മാത്രമേ 0 വരുന്നുള്ളൂ. AX പ്ലസ് C ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാം. എക്സ് ഈക്വൽ ടു -C/A. സിയും എയും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ഈക്വൽ ടു എ. നാം നേരത്തെ എഴുതിയിരുന്നു. അതാണ് എക്സ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ കാരണം. എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈൻ്റെ പ്രത്യേകത ഇത് പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. പാരലൽ ടു വൈ ആക്സിസ്. എന്നാൽ ഇതേ സമയം നമുക്കിനി അടുത്ത പോസിബിലിറ്റി ഉള്ളത് ക്യാപിറ്റൽ സി എന്നുള്ളത് 0 വരുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് AX പ്ലസ് BY ഈക്വൽ ടു 0. AX പ്ലസ് BY ഈക്വൽ ടു 0 എന്നുള്ളതാണെങ്കിൽ കോൺസ്റ്റൻ്റ് ടേം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. y ഈക്വൽ ടു, അതായത് BY ഈക്വൽ ടു -AX മൈനസ് A/BX എന്നെഴുതാം. അതായത് y ഈക്വൽ ടു -A/BX. ഇതിനെയാണ് നാം എന്തെഴുതിയിരുന്നത്? y ഈക്വൽ ടു mx, വേർ m ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഈ ലൈനിൻ്റെ പ്രത്യേകത. എന്താ? പാസസ് ത്രൂ ദ ഒറിജിൻ. പാസസ് ത്രൂ ഒറിജിൻ. പാസസ് ത്രൂ 0, 0. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതിൽ എക്സ് ടേം ഇല്ലെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. അതേപോലെ തന്നെ വൈ ടേം ഇല്ലെങ്കിൽ എക്സ് പ്ലസ് സി മോഡലാണെങ്കിൽ അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. കോൺസ്റ്റൻ്റ് ടേം ഇല്ലെങ്കിൽ അത് y ഈക്വൽ ടു mx എന്ന രീതിയിലുള്ള ആ ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ. എന്നാൽ ഒരേ സമയം എയും ബിയും 0 വന്നാൽ എന്താ സംഭവിക്കുക? എ ആൻഡ് ബി, എയും ബിയും 0. എയും ബിയും 0 വന്നാൽ സി ഈക്വൽ ടു 0. സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഒരിക്കലും ഈക്വൽ ആവില്ല. സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോസിബിളാണ്. ഇങ്ങനെ ഒരിക്കലും സാധ്യമാകില്ല. ഒരു ലൈനിൻ്റെ കേസിൽ ഇങ്ങനെ സാധ്യമാവില്ല. ഇമ്പോസിബിൾ. അതായത് AX plus BY plus C equal to 0 will always represent a straight line if both A and B are not 0 simultaneously. എയും ബിയും കൂടി ഒരിക്കലും 0 വരരുത് എന്നർത്ഥം. ഇനി അടുത്ത പോസിബിലിറ്റി എ ആൻഡ് സി. എയും സിയും 0 വന്നാൽ എ 0 ആണ്, സി 0 ആണ്. എയും സിയും കൂടി 0 വന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ എ ടേമും ഇല്ല, സി ടേമും ഇല്ല. അതായത് BY ഈക്വൽ ടു 0. എന്താണ് BY ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 മീൻസ് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ്. ഏത് സമയം? ഒരേ സമയം എയും സിയും എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും കോൺസ്റ്റൻ്റ് ടേമും 0 ആണെങ്കിൽ ആ ജനറൽ ഇക്വേഷൻ എക്സ് ആക്സിസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോസിബിലിറ്റി ബി ആൻഡ് സി. ബിയും 0, സിയും 0. ഇതാണ് അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത്. ബിയും സിയും 0 ആണെങ്കിൽ നമുക്കറിയാം AX ഈക്വൽ ടു 0. AX ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മീനിങ് ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ്. അതായത് ഒരു ജനറൽ ഇക്വേഷനിൽ ബി ആൻഡ് സി വൈയുടെ കോയിഫിഷ്യൻറ്റും ഇല്ല, കോൺസ്റ്റൻറ്റും ഇല്ലെങ്കിൽ അത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസിബിലിറ്റീസ്. നമുക്ക് ആ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് എഴുതി വയ്ക്കാം. എന്താണ് ജനറൽ ഇക്വേഷൻ? എപ്പോഴൊക്കെയാണ് ജനറൽ ഇക്വേഷൻ സാധ്യമാകുന്നത്? ആ കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം. എഴുതേണ്ടത്
General equation of a line. An equation of the form ax plus by plus c equal to 0 will always represent a straight line if both a and b are not 0 simultaneously. ഒരേ സമയം എയും ബിയും 0 വരരുത്. ബോക്സിലാക്കി എഴുതേണ്ടത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ദ ലൈൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അതിൻ്റെ വിവിധ കണ്ടീഷൻ. ഒന്നാമത്തെ, തന്നിരിക്കുന്ന ഈ ലൈൻ ഈസ് എ വെർട്ടിക്കൽ ലൈൻ ഇഫ് ബി ഈക്വൽ ടു 0, ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ ഇഫ് എ ഈക്വൽ ടു 0, passes through the origin if c equal to 0. The line is not possible if both a and b equal to 0. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. The line is equation to x-axis if both a and c equal to 0. The general equation of a line is the equation to y-axis if both b and c equal to 0. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, അതായത് ഒരു ജനറൽ ഇക്വേഷൻ തന്നാൽ അതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ നോർമൽ ഫോമിലേക്കും റെഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ 3 കേസും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. അതായത് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഇക്വേഷനെ നമുക്ക് നേരിട്ട് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും നോർമൽ ഫോമിലേക്കും കൺവെർട്ട് ചെയ്യണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ, റെഡ്യൂസ് ഇൻറ്റു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ആദ്യമായിട്ട് നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. അതായത് വി ഹാവ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. General equation of a line is ax plus by plus c equal to 0. ഇതിനെയാണ് നാം, ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ കണ്ടാൽ നമുക്കതിൻ്റെ സ്ലോപ്പ് നേരിട്ട് പറയാനാവില്ല. അതുപോലെ y ഇൻ്റർസെപ്റ്റ് നേരിട്ട് പറയാനാവില്ല. അപ്പോൾ ഏതൊരു ജനറൽ ഫോമിലെയും ഇക്വേഷനെ, അതായത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നാം ചെയ്യേണ്ടത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ്. അപ്പോൾ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന രൂപത്തിലേക്ക് എഴുതാൻ ആദ്യം നമ്മൾ y ടേം മാത്രം ലെഫ്റ്റിലോട്ട് എഴുതുന്നു, ബി വൈ. ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. മൈനസ് എ എക്സ് മൈനസ് സി. ഇനി y മാത്രമാക്കണം. അപ്പോൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു ഓരോ ഭാഗത്തും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് എ ബൈ ബി ഡിവൈഡ് ചെയ്തു, മൈനസ് സി ബൈ ബി. നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് നന്നാക്കി എഴുതിയാൽ ഈക്വൽ ടു മൈനസ് എ ബൈ ബി എക്സ് പ്ലസ് മൈനസ് സി ബൈ ബി എന്ന രൂപത്തിൽ എഴുതാം. ഇപ്പോൾ അത് ഏത് രൂപമാണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് എഴുതാം. സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് മൈനസ് എ ബൈ ബി. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ മൈനസ് എ ബൈ ബി, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് നെഗറ്റീവ് ബൈ വൈയുടെ കോഎഫിഷ്യൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്ലോപ്പ് കിട്ടുന്നു. അതുപോലെ തന്നെ y ഇൻ്റർസെപ്റ്റ് കിട്ടുന്നത് y ഇൻ്റർസെപ്റ്റ് മൈനസ് സി ബൈ ബി. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നേരിട്ട് നമുക്ക് സ്ലോപ്പും എഴുതാം, y ഇൻ്റർസെപ്റ്റും മാറ്റി എഴുതാം എന്നർത്ഥം. റെഡ്യൂസ് ഇൻറ്റു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇത് നേരിട്ട് നോട്ടിലേക്ക് എഴുതേണ്ട ഭാഗമാണ്. ദെൻ രണ്ടാമത്തെ സെക്ഷൻ, റെഡ്യൂസ് ഇൻറ്റു ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതണം.
അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതുന്നതിന് മുൻപ് ജനറൽ ഫോം എന്ന് എഴുതാം. വി ഹാവ് ഇക്വേഷൻ ഓഫ് general form is ax by plus c equal to 0. ഇതിനെ ഇൻ്റർസെപ്റ്റ് ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന രൂപത്തിൽ എഴുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സി എന്ന കോൺസ്റ്റൻറ്റിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അതായത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി. റൈറ്റ് സൈഡിൽ 1 വരണം, അതുകൊണ്ട് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എ എക്സ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ബൈ മൈനസ് സി ഈക്വൽ ടു മൈനസ് സി ബൈ മൈനസ് സി. ഇപ്പോൾ റൈറ്റ് സൈഡ് 1 കിട്ടി. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. എക്സ് ബൈ മൈനസ് സി ബൈ എ. ഇതേ രീതിയിൽ എഴുതിയാൽ ഈ എ എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. പ്ലസ് വൈ ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് ബൈ മൈനസ് സി ബൈ എ വൈ ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഇതിൽ നിന്ന് എക്സ് ഇൻ്റർസെപ്റ്റ് എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത്, വൈ ഇൻ്റർസെപ്റ്റ് വൈയുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് എഴുതാം. എക്സ് ഇൻ്റർസെപ്റ്റ് നമുക്ക് നേരിട്ട് എഴുതാം, ഇതേ രീതിയിൽ കണ്ടിട്ടും എഴുതാം. എക്സ് ഇൻ്റർസെപ്റ്റ് മൈനസ് സി ബൈ എ വൈ ഇൻ്റർസെപ്റ്റ് മൈനസ് സി ബൈ ബി. നേരിട്ട് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഇതേ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും എഴുതാം, നേരിട്ടും എഴുതാം, ഒരു ഇക്വേഷൻ കിട്ടിയാൽ. ദെൻ നെക്സ്റ്റ് അടുത്തത് റെഡ്യൂസ് ഇൻറ്റു നോർമൽ ഫോം. അപ്പോൾ നോർമൽ ഫോമിനെ റെഡ്യൂസ് ഇൻറ്റു നോർമൽ ഫോം മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജനറൽ ഇക്വേഷനെ നമുക്കറിയാം. അതായത് ജനറൽ ഫോം എന്താണെന്നറിയാം, നോർമൽ ഫോമും എന്താണെന്നറിയാം. അപ്പോൾ ആദ്യമായിട്ട് വി ഹാവ് ജനറൽ ഫോം ഈസ് ax plus by plus c equal to 0. Then normal form is x cos omega plus y sin omega equal to p. ഇതാണ് രണ്ട് ഇക്വേഷൻ. ഇതിൽ നിന്ന് ഈ രണ്ട് ഇക്വേഷനും പരസ്പരം ഈക്വൽ ആയിരിക്കും, കാരണം ജനറൽ ഫോമിനെ നോർമൽ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ കോഎഫിഷ്യൻ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ therefore we can write a by cos omega equal to b by sin omega equal to മൈനസ് സി ബൈ പി. രണ്ടും ഒരേ രീതിയിലേക്ക് മാറ്റുകയാണ്, ഇതിനെ മൈനസ് സി ആക്കി മാറ്റാം, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ നിന്ന് കോസ് ഒമേഗ കണ്ടുപിടിക്കാം. കോസ് ഒമേഗ ഈക്വൽ ടു ഫസ്റ്റും ലാസ്റ്റും കണക്ട് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ഈക്വൽ ടു മൈനസ് എ പി ബൈ സി എന്നെഴുതാം. കോസ് ഒമേഗ ഈക്വൽ ടു മൈനസ് എ പി ബൈ സി. അതുപോലെ തന്നെ സൈൻ ഒമേഗ ഈക്വൽ ടു മൈനസ് ബി പി ബൈ സി എന്നെഴുതാം. നമ്മളിവിടെ ചെയ്യുന്നത് സൈനും കോസും കിട്ടി നമ്മൾ സ്ഥിരം ചെയ്യുന്നത് സ്ക്വയറിങ് ആൻഡ് ആഡിങ്.
സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു എ സ്ക്വയർ നെഗറ്റീവാണ്, അപ്പോൾ എ സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടു 1 ആണ്, അതായത് 1 ഈക്വൽ ടു ഇങ്ങനെയാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ളത് ഈ സി സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എഴുതാം. അതായത് പി സ്ക്വയർ ബൈ സി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. പി സ്ക്വയർ ബൈ സി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നെഴുതാം. ഇതിനെ നമുക്കൊന്നും കൂടി മാറ്റി എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് അതായത് പി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ റൂട്ട് എടുത്താൽ മതി, പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നെഴുതാം. പി സ്ക്വയർ പിയുടെ വാല്യൂ ആണ് കിട്ടിയത്. നമുക്ക് ഇതേപോലെ നമുക്ക് ഏതൊക്കെ കിട്ടിയാൽ മതി? പി കിട്ടിയാൽ മതി, പിന്നെ സൈൻ ഒമേഗ കോസ് ഒമേഗ കിട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ കോസ് ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാം. കോസ് ഒമേഗ ഈക്വൽ ടു ഇവിടെ കോസ് ഒമേഗ നമുക്ക് കിട്ടിയത്, കോസ് ഒമേഗ ഇവിടെ കണ്ടുപിടിച്ചു, പി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ സൈൻ ഒമേഗയും നമുക്ക് കിട്ടി. സൈൻ ഒമേഗ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, അപ്പോൾ നമുക്ക് പി എന്ന വാല്യൂ കിട്ടി, അതുപോലെ കോസ് ഒമേഗ കിട്ടി, സൈൻ ഒമേഗ കിട്ടി. ഇതിൽ നിന്ന് ഈ ജനറൽ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ ജനറൽ ഇക്വേഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരിക്കുമെന്ന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതായത് തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷനെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് നോർമൽ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു എന്ന് ചുരുക്കം. അതായത് നമുക്ക് ചെയ്യേണ്ടത് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ ഡിവൈഡിങ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് ടു കൺവെർട്ട് ജനറൽ ഫോം ഇൻറ്റു നോർമൽ ഫോം വി ഡിവൈഡ് ദ ഇക്വേഷൻ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് നാം റെഡ്യൂസ് ചെയ്യേണ്ടത് എന്നർത്ഥം. നമുക്കതും കൂടി ഒന്നും ഒരു പേജിൽ എഴുതി വയ്ക്കാം. ടു കൺവെർട്ട് അല്ലെങ്കിൽ അതെ ടു കൺവെർട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻറ്റു നോർമൽ ഫോം divide the equation by root of a square plus b square. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. നോർമൽ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ജനറൽ ഫോമിൽ നിന്ന് നോർമൽ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ എഴുതാം. റെഡ്യൂസ് ദ ഫോളോയിങ് ഇൻറ്റു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആൻഡ് ഫൈൻഡ് ദെയർ സ്ലോപ്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്. സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും ആക്കി മാറ്റണം ഈ തന്നിരിക്കുന്ന ജനറൽ ഫോമിന്. അപ്പോൾ ഈ 32ാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഇവിടെ എക്സ് പ്ലസ് 7y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് പ്ലസ് 7y ഈക്വൽ ടു 0 ഒറിജിനിലൂടെ പോകുന്ന ഒരു ലൈനാണെന്ന് ചുരുക്കം. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. 7y ഈക്വൽ ടു -x.
y ഈക്വൽ ടു ഡിവൈഡിങ് ബൈ 7 മൈനസ് 1 ബൈ 7x വേണമെങ്കിൽ നമുക്ക് പ്ലസ് 0 എന്നുകൂടി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതായത് y ഈക്വൽ ടു mx പ്ലസ് c ആണ്. ഇതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് എടുത്തെഴുതാം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് 1 ബൈ 7. ദെൻ y ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 0. ഒറിജിനിലൂടെ പോകുന്നത് y ഇൻ്റർസെപ്റ്റ് ഉണ്ടാവില്ല, കാരണം y ആക്സിനെ ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് എന്നർത്ഥം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. ഇതിനെ 3y ഈക്വൽ ടു ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് മൈനസ് 6x പ്ലസ് 5. 3 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഭാഗത്തും ഡിവൈഡ് ചെയ്യാണ് കൂടുതൽ എളുപ്പത്തിന് വേണ്ടി. 5/3. നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ y ഈക്വൽ ടു 6/3 മൈനസ് 2x പ്ലസ് 5/3. ഇതിൽ നിന്ന് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് y ഇൻ്റർസെപ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് സ്ലോപ്പ് 5/3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് 2. y ഇൻ്റർസെപ്റ്റ് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അതാണ് 5/3. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, അതായത് y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. y ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് mx പ്ലസ് c മീൻസ് 0. ഇവിടെ സ്ലോപ്പ് എമ്മും 0 ആണ്, സ്ലോപ്പും 0 ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതാം സ്ലോപ്പ് ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈൻ ഒരിക്കലും ചെരിവുണ്ടാവില്ല, സ്ലോപ്പ് ഉണ്ടാവില്ല. y ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 0. Then question number 33. Reduce the following equations into intercept form and find their intercepts on the axis. നമുക്കിതിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ചെയ്യാം. അതായത് 3x പ്ലസ് 2y മൈനസ് 12 ഈക്വൽ ടു 0. x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. പ്ലസ് 2y ഈക്വൽ ടു 12. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3/12x പ്ലസ് 2/12y ഈക്വൽ ടു 12/12. ഇതിനെ 3/12 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. x/4 പ്ലസ് y/6 ഈക്വൽ ടു 1. ഇപ്പോൾ ഈ എഴുതിയത് x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ്. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടിയത് 4. y ഇൻ്റർസെപ്റ്റ് കിട്ടിയത് y ഇൻ്റർസെപ്റ്റ് 6. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4x മൈനസ് 3y ഈക്വൽ ടു 6. ഇതിൽ റൈറ്റ് സൈഡ് നമുക്ക് 1 കിട്ടണം. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യണത് 4/6x മൈനസ് 3/6y ഈക്വൽ ടു 6/6. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം.
4/6 എക്സ് ബൈ 6/4 എന്നെഴുതാം. ദെൻ പ്ലസ് വൈ ബൈ 6/3. ഒരു നെഗറ്റീവ് ഉണ്ട്, അത് നമുക്ക് ഇവിടേക്ക് മാറ്റാം. ഈക്വൽ ടു 1. അതായത് എക്സ് ബൈ 6/4 3/2 പ്ലസ് വൈ ബൈ -2 6/3 -2 -6/3 -2. ഇപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ, വൈയുടെ ഡിനോമിനേറ്ററിൽ വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് എടുത്തെഴുതാം. എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 3/2. വൈ ഇൻ്റർസെപ്റ്റ് -2. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 3y + 2 = 0. 3y = -2. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3/-2y = -2/-2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. y/-2/3 = 1. അതായത് ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റ് നോ ഇൻ്റർസെപ്റ്റ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത് നോ ഇൻ്റർസെപ്റ്റ് ഓൺ എക്സ് ആക്സിസ്. വൈ ഇൻ്റർസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. വൈ ഇൻ്റർസെപ്റ്റ് -2/3. എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻറ്റു നോർമൽ ഫോം. ഫൈൻഡ് ദെയർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ഫ്രം ഒറിജിൻ, അതായത് പി, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ പെർപെൻഡിക്കുലർ ആൻഡ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അതായത് ഒമേഗയും കണ്ടുപിടിക്കണം ഓരോന്നിൻ്റെയും. 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ, എക്സ് മൈനസ് √3y + 8 = 0. ഇതിനെ നമുക്കറിയാം ax + by + c = 0 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടത് 1√1² + √3². നമുക്കതും കൂടി എഴുതാം. dividing by √a², that is 1² + √3² equal to √1 + 3 equal to √4 equal to 2. 2 കൊണ്ട് മൊത്തം ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2x മൈനസ് √3/2y ഈക്വൽ ടു -8/2. സൈഡ് ഒന്ന് മാറ്റി, ഇതൊന്നിൻ്റെ കൂടെ ചെയ്തു എന്ന് മാത്രം. നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് മാറ്റാനുണ്ട്. ഇവിടെ പി ഒരിക്കലും ഡിസ്റ്റൻസ് ആണ്, അതൊരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിതിനെ മാറ്റി ഒന്ന് എഴുതാം. കംപ്ലീറ്റ് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു -1/2 പ്ലസ് y ഇൻറ്റു √3/2 ഈക്വൽ ടു 4. ഇപ്പം നമ്മുടെ ഫോം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി എന്ന രൂപത്തിലെത്തി. ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് കോസ് ഒമേഗ ഈക്വൽ ടു -1/2, സൈൻ ഒമേഗ ഈക്വൽ ടു √3/2. ഇതാണ് നമുക്കുള്ള വാല്യൂ. ഇതിൽ നിന്ന് നാം ഒമേഗ കണ്ടുപിടിക്കണം. അതായത് കോസിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, സൈനിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. കോസിൻ്റെ വാല്യൂ നെഗറ്റീവ് എന്നുള്ളത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലോ തേർഡ് ക്വാഡ്രൻറ്റിലോ വരാം. സൈനിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ വരാം.
അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം ശരിയാകുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കോസ് ഒമേഗ -1/2 വരുന്ന സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ കാണുന്നു. സെക്കൻഡിലും കിട്ടും, തേർഡിലും കിട്ടും. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ തേർഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ആംഗിൾ ഒന്ന് കാണുന്നു. ആംഗിൾ കാണുന്ന വിധം ഒന്ന് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് കോസ് ഒമേഗ എന്നുള്ളത് -1/2 കിട്ടുന്ന ആംഗിളാണ് കാണുന്നത്. നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് നാം കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാക്കാൻ നമ്മൾ ചെയ്യുന്നത് 180 മൈനസ് എന്താണെന്ന് തീരുമാനിക്കുന്നത് കോസിൻ്റെ വാല്യൂ +1/2 വരുന്ന വാല്യൂ അത് 60 ആണ്. ഈക്വൽ ടു കോസ് 60 കൂടാതെ സെക്കൻഡ് ക്വാഡ്രൻറ്റ് നെഗറ്റീവ്. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ -1/2. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. കോസ് 180 നിന്ന് 60 കുറച്ചാൽ 120 ഡിഗ്രി. ഇപ്പം നാം കിട്ടിയ രീതി ഒന്നും കൂടി പറയാം. കോസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വാല്യൂ കാണുന്നത്. അപ്പോൾ കോസ് 180 മൈനസ് തീരുമാനിക്കുന്നു. 180 നിന്ന് കുറച്ചാൽ സെക്കൻഡിലെത്തി. എത്ര കുറയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് കോസിൻ്റെ വാല്യൂ 1/2 വരുന്ന ചിഹ്നം ഒഴികെയുള്ളത് 1/2 വരുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ 60 ആണ്. അത് കുറയ്ക്കുന്നു. അപ്പോൾ കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് ഫോർമുലയാണ്. മൈനസ് കോസ് 60 -1/2. ഇനി ഇതെഴുതുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടി ഒമേഗയുടെ വാല്യൂ. അതായത് ദെർഫോർ ഒമേഗ ഈക്വൽ ടു ഒന്നുകിൽ 2π/3 എന്ന് എഴുതാം, അതല്ലെങ്കിൽ 2π/3 എന്നെഴുതാം, അല്ലെങ്കിൽ 120. ആൻഡ് പി ഈക്വൽ ടു പി ഡയറക്റ്റ് നേരത്തെ തന്നെ കിട്ടിയതാണ് 4 പി ആൻഡ് ഒമേഗ. ഇപ്പോൾ നമ്മുടെ ആൻസറായി പി ഒമേഗയാണ് നമ്മളിവിടെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് y - 2 = 0. y - 2 = 0 ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. y - 2 = 0. അതായത് y = 2. ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 1 കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. x × 0 plus y × 1 = 2. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ = 2 എന്നാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇതൊന്ന് ഒരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ എഴുതാം. x cos ഒമേഗ പ്ലസ് y sin ഒമേഗ = 2 എന്ന് എഴുതിയാം. ഇതിൽ നിന്ന് ഒമേഗ, അതായത് കോസ് ഒമേഗ = 0, സൈൻ ഒമേഗ = 1. ഇത് രണ്ടും ഒരേ സമയം ട്രൂ ആകുന്നത് ഏത് സമയത്താണ്? ഒമേഗ = 90. കോസ് 90 0, സൈൻ 90 1. അപ്പോൾ ഒമേഗ = 90. അപ്പോൾ അതിന്ന് ഒമേഗ = നമുക്ക് 90 എന്ന് എഴുതാം, അല്ലെങ്കിൽ π/2 എന്നെഴുതാം. പിയുടെ വാല്യൂ 2 എന്നും എഴുതാം. ദെൻ ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് x - y = 4. x - y = 4. x - y = 4. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് √(x² + y²). നമുക്കത് എഴുതാം. ഡിവൈഡിങ് ബൈ √(a² + b²). √2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്താൽ ഇത് നോർമൽ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യും. 1/√2x മൈനസ് 1/√2y = 4/√2. അതായത് നമുക്കിതിനെ ഒന്നും കൂടി മാറ്റി എഴുതാം. x × cos ഒമേഗ പ്ലസ് y × സൈൻ ഒമേഗ = p. ഇതാണ് നമ്മുടെ ഫോം. അതുകൊണ്ട് നമുക്കിതിനെ x × 1/√2 പ്ലസ് y ×
മൈനസ് 1 ബൈ റൂട്ട് 2 ഈക്വൽ ടു 2 റൂട്ട് 2. പി നമുക്ക് കിട്ടി. ഇനി കോസ് ഒമേഗ. കോസ് ഒമേഗ ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. സൈൻ ഒമേഗ ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് 2. ഇത് രണ്ടും ഒരേ സമയം ട്രൂ ആകുന്ന ഒമേഗയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കോസിൻ്റെ വാല്യൂ പോസിറ്റീവ്, സൈനിൻ്റെ വാല്യൂ നെഗറ്റീവ്. ഇത് രണ്ടും ഒരേ സമയം ട്രൂ ആകുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. കോസ് ഫസ്റ്റ് പോസിറ്റീവ് എന്നത് ഫസ്റ്റും ഫോർത്തിലും, സൈൻ നെഗറ്റീവ് ആകുന്നത് തേർഡിലും ഫോർത്തിലും. അപ്പോൾ രണ്ടും ഒരേ സമയം ഫോർത്ത്. ഇപ്പോൾ ഫോർത്തിലെ ഒരു ആംഗിളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കോസ് തന്നെ കാണാം. കോസ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കാണാൻ 360 നിന്ന് കുറയ്ക്കണം. കുറയ്ക്കുന്നത് 1 ബൈ റൂട്ട് 2 വരുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആംഗിൾ 45 ഈക്വൽ ടു 4 ഇൻറ്റു പൈ ബൈ 2 ആണ്. അപ്പോൾ കോസ് തന്നെ, കോസ് 45 ഫോർത്ത് ക്വാഡ്രൻ്റാണ്, പോസിറ്റീവാണ്. 1 ബൈ റൂട്ട് 2. ഇതിനെ നമുക്ക് കോസ് 360 45 കുറച്ചാൽ 315. അതായത് ഒമേഗ ഈക്വൽ ടു 315 ഡിഗ്രി. അതായത് ക്വസ്റ്റ്യനിൽ ഒമേഗ ഈക്വൽ ടു 315 ഡിഗ്രി ആൻഡ് പി ഈക്വൽ ടു 2 റൂട്ട് 2. ഇതാണ് നമ്മൾ ആംഗിൾ കാണുന്നത്. ഇത് കോസ് വെച്ച് കാണണമെന്നില്ല, സൈൻ വെച്ചിട്ടും കാണാം. Okay, thank you. Have a nice day.